ഈ ചെറിയ പെരുന്നാൾ ദിനം ജമീല ബീവിക്ക് വലിയ സന്തോഷം നിറഞ്ഞ വലിയ ദിനമായി മാറുന്നു. പത്തിയൂർ പഞ്ചായത്ത് ഷിഹാബുദ്ദീൻ മൻസിലിൽ ജമീല ബീവി എന്ന വിധവയ്ക്ക് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീട് പെരുന്നാൾ ദിനത്തിൽ കൈമാറും. ഈ ചെറിയ പെരുന്നാൾ ദിനം ജമീല ബീവിക്ക് വലിയ സന്തോഷം നിറഞ്ഞ ദിനമായി മാറുന്നു. സ്വപ്നതുല്യമായിരുന്ന തന്റെ വീട് ചെറിയ പെരുന്നാൾ ദിനത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഒരു കൂട്ടം സുമനസ്സുകൾക്കും ഇത് സന്തോഷം നിറഞ്ഞ ദിവസമാകും. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഷിഹാബുദ്ദീൻ മൻസിലിൽ ജമീല ബീവി എന്ന വിധവയ്ക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. സ്വന്തമായി കിടപ്പാടമില്ലാതിരുന്ന ഈ കുടുംബം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ജമീല ബീവിയുടെ ദുരിതാവസ്ഥയറിഞ്ഞ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വീട് നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായത്. 98ാമത്തെ വീട് ജമീല ബീവിക്ക് ഈ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് 11 മണിക്ക് ശനിയാഴ്ചയാണ് പെരുന്നാളെന്നുള്ളൊരു ചിന്തയിലാണ്. ശനിയാഴ്ചയാണ് റഹ്മത്ത് പറഞ്ഞു ശനിയാഴ്ച 11 മണിക്ക് ഈ വീടിൻ്റെ ഗൃഹപ്രവേശമാണ്. ജമീല ബീവി ഒരു മാസം മുമ്പാണ് എന്നോട് പറഞ്ഞത് ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിക്കാൻ പറ്റാതെ ഒരു വർഷം കിടന്ന ഒരു വീടാണ്. ഈ വീട് പെയിൻ്റ് അടിച്ച് തേച്ച് ജനലും കഥമൊക്കെ ഇട്ട് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്ത് ടൈലൊക്കെ ഇട്ട് കൊച്ചു കൊട്ടാരം ജമീല ബീവിക്ക്. അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പെരുന്നാളിന് എനിക്ക് ആ വീട്ടിൽ നിന്ന് അന്തി ഉറങ്ങണം, എനിക്കൊന്ന് നിസ്കരിക്കണം. ആ ശബ്ദം, ആ ആവശ്യം ശരിക്കും ഞാൻ എൻ്റെ ഹൃദയത്തോടാണ് ചേർത്ത് നിർത്തിയത്. ഇതൊക്കെ ഒരു അതിശയങ്ങളാണ്. എങ്ങനെയാണ് ഈ വീട് ഒരു മാസം കൊണ്ട് ഇത്രയും പണികൾ ചെയ്ത്, പ്രത്യേകിച്ച് ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ടൈറ്റായിട്ടുള്ള സമയമാണ്. ജോലിക്കാരെ കിട്ടാനൊക്കെ പാടാണ്. കുറേ തൊഴിലാളികളാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബിജു കൊച്ചുപോലും ഒക്കെ ആയിട്ട് പെയിൻറ്റിങ്ങും വയറിങ്ങും. അജീഖ് ഖാനാണ് ഇവിടെ തേച്ചൊക്കെ വൃത്തിയാക്കി തന്നത്. ഇലക്ട്രിക് വർക്ക് ചെയ്ത ലിജു, ഇതിനോട് ടൈല് വർക്ക് ചെയ്തിരുന്ന അനി, ഇവരൊക്കെ പേരുള്ളവർക്ക് ശമ്പളം കൊടുക്കും. പക്ഷേ അവരൊക്കെ ശമ്പളത്തിനൊക്കെ അപ്പുറം അധികം ജോലി ചെയ്ത് എന്നോട് കൂടെ നിന്നു. 98ാമത്തെ വീട് എന്നെ സഹായിച്ച ഒത്തിരി പേർ, പ്രത്യേകിച്ച് അയ്യപ്പാത്തിലെ മുതലാളി, ഒത്തിരി പേർ, എല്ലാവരോടുമുള്ള നന്ദി. ചെറിയ പെരുന്നാൾ ദിനത്തിൽ തന്റെ പുതിയ വീട്ടിൽ കിടന്നുറങ്ങണമെന്ന അവരുടെ ആഗ്രഹവും ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. മാവേലിക്കര അയ്യപ്പാസ് ഉടമ ആർ ജനാർദ്ദനൻ താക്കോൽദാനം നിർവഹിക്കും. മുതുകുളം തെക്ക് ഷംസുൽ ഹുദ മസ്ജിദ് ഇമാം നിസാമുദ്ദീൻ അഹ്സനി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. ചടങ്ങിൽ ഷാജി കെ ഡേവിഡ് അധ്യക്ഷത വഹിക്കും. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച 98ാമത്തെ വീടാണിത്. സി ഡി നെറ്റ് ന്യൂസ്, ഹരിപ്പാട്.